റസൂലുള്ളാഹി തങ്ങൾ അവിടുത്തെ നമ്മൾ കണ്ടിട്ടില്ല. അവിടുത്തെ യഥാർത്ഥത്തിൽ നേരിട്ട് നമുക്ക് കേൾക്കാനുള്ള ഭാഗ്യവും ഉണ്ടായിട്ടില്ല. ആ റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ട ധാരാളം ആളുകളില്ലേ? പ്രിയപ്പെട്ട സഹോദരന്മാരെ, കാലമെത്രയായി ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങിയിട്ട് ഈ കാലത്തിനിടയ്ക്ക് റസൂലുള്ളാഹിനെ ഒന്ന് സ്വപ്നത്തിൽ കൊണ്ടുവരാൻ എനിക്കോ നിങ്ങൾക്കോ കഴിഞ്ഞിട്ടുണ്ടോ സഹോദരന്മാരെ? മഹാന്മാരായ പണ്ഡിതന്മാർ കൈഫിയത്തുൽ വസൂലിൽ റുഖിയത്തുർ റസൂൽ എന്ന് പറയുന്ന കിതാബുണ്ട്. ആ കിതാബിൽ പറയുന്ന ഒരു ഹദീസ് കാണാം. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, മോനെ, നിനക്ക് റസൂലുള്ളാഹിനെ കാണാൻ ആഗ്രഹമുണ്ടോ? അവിടുത്തെ സ്വപ്നത്തിൽ ഒന്ന് ദർശിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അവിടുന്ന് പറയുന്നു, മൻ അറാദ അയ്യറാനി ഫിൽ മനാം, എന്നെ സ്വപ്നത്തിൽ കാണാൻ വല്ലവനും ആഗ്രഹിക്കുന്നുണ്ടോ? ഫല്യുസല്ലി ഫീ ലൈലത്തിൽ ജുമുഅത്തി റകഅത്തൈൻ അർബഅ റകഅത്ത്. അതേ വെള്ളിയാഴ്ച രാത്രിയുണ്ടല്ലോ, അഥവാ വെള്ളിയാഴ്ച രാവെന്ന് പറയുന്ന വ്യാഴാഴ്ച അസ്തമിച്ച രാത്രി, ആ രാത്രിയിൽ മോനെ നീ കിടക്കുന്ന സമയത്ത് 4 റകഅത്ത് സുന്നത്ത് നിസ്കരിച്ചോ. വെള്ളിയാഴ്ച രാവിലെ നീ 4 റകഅത്ത് സുന്നത്ത് നിസ്കരിച്ചോ. അതേ നിസ്കാരത്തിൽ ഫാത്തിഹ ഓതിയതിന് ശേഷം എല്ലാ റകഅത്തിലും നീ 3 സൂറത്തുകൾ ഓതണം. ഏതാണ് ആ സൂറത്തെന്നറിയുമോ? അലം നശ്റഹ് സൂറത്ത് ഓതണം, ഇദാ സുൽസില സൂറത്ത് ഓതണം, അതുപോലെ വദ്ദുഹാ വല്ലൈലി സൂറത്ത് ഓതണം. ഈ 3 സൂറത്തുകളോ, വദ്ദുഹാ വല്ലൈലി സൂറത്ത്, ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ എന്ന് തുടങ്ങുന്ന സൂറത്ത്, അതുപോലെ അലം നശ്റഹ് സൂറത്തുണ്ടല്ലോ, ഓരോ റകഅത്തിലും ഫാത്തിഹ കഴിഞ്ഞാൽ ഈ 3 സൂറത്തുകളും ഓതണം. ഇങ്ങനെ 4 റകഅത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് സലാം വീട്ടിക്കഴിഞ്ഞാൽ 70 പ്രാവശ്യം ആത്മാർത്ഥമായി നീ സ്വലാത്ത് ചൊല്ലണം. 70 സ്വലാത്ത് കഴിഞ്ഞാലോ 70 പ്രാവശ്യം ഇസ്തിഗ്ഫാർ നടത്തണം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന ആ വലിയ ദിക്റാകുന്ന ഇസ്തിഗ്ഫാർ, ആ ഇസ്തിഗ്ഫാർ അതേ പിടക്കുന്ന ഹൃദയത്തോടുകൂടെ നീ ചൊല്ലേണ്ടതാണ്. അങ്ങനെ ചൊല്ലി 70 ഇസ്തിഗ്ഫാറും കഴിഞ്ഞാൽ പിന്നെ മോനെ നീ സ്വലാത്തുകൾ ചൊല്ലണം. സ്വലാത്ത് ചൊല്ലി 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 നീ അങ്ങ് ഉറങ്ങണം. അങ്ങനെ ഉറങ്ങിയാൽ അതേ ഇന്നേ വരെ കളവ് പറയാത്ത, കളവ് ചിന്തിക്കാത്ത, അല്ലാഹ് പറഞ്ഞത് മാത്രം പറയുന്ന നമ്മുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ കിനാവിലേക്ക് കടന്നു വരും കേട്ടോ. നമ്മുടെ സ്വപ്നത്തിലേക്ക് ഹബീബ് കടന്നു വരും കേട്ടോ. പണ്ഡിതന്മാര് പറയുന്നു, മോനെ നിന്റെ മനസ്സിന്റെ ഉള്ളിൽ സംശയത്തിന്റെ കണികയുണ്ടോ? ഞാൻ കാണുമോ കാണില്ലയോ എന്ന സംശയമുണ്ടോ? ഇലാ യൗമിൽ ഖിയാമah, ഖിയാമത്ത് നാൾ വരെ നീ തപസ്സിരുന്നാലും ലോകത്തിന്റെ നേതാവിനെ കാണാൻ നിനക്ക് കഴിയൂല. നല്ല ഉറപ്പോടുകൂടെ, നല്ല യഖീനോടുകൂടെ മോനെ നീ ഈ രൂപത്തിൽ അങ്ങ് ചെയ്താൽ റസൂലുള്ളാഹിനെ കാണാൻ കഴിയും. റസൂലുള്ളാഹിനെ ലോകത്ത് നിന്ന് പരിചയപ്പെട്ടാലോ, ഖബറിൽ വെച്ച് ഇയാളെ പരിചയമുണ്ടോ എന്ന് ചോദിക്കുമ്പോ അവിടുന്ന് നമുക്ക് അന്തസ്സോടെ പറയാൻ കഴിയണം, അതാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇത് ഞാനേറെ പറഞ്ഞ, ഞാനേറെ ബുറുദ ചൊല്ലിയ, ഞാനേറെ മദ്ഹ് പാടിയ, ഞാൻ എല്ലാതിലും എന്റെ എല്ലാം അർപ്പിച്ച എന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് പറയാൻ കഴിയുമോ? അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ മജ്ലിസ് അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഏത് വലിയ ഉദ്ദേശം വെച്ചുകൊണ്ട് വന്നവരാണെങ്കിലോ അല്ലാഹുവേ ഇവിടെ ചെല്ലാനുള്ളത് ഖസീദത്തുൽ ബുർദയാണ്. സാദാത്യങ്ങളുടെ സാന്നിധ്യമുള്ള മജ്ലിസാണ്. ആലിമീങ്ങൾ നേതൃത്വം കൊടുക്കുന്ന മജ്ലിസാണ്. നിഷ്കളങ്കരായ മുതല്ലിമീങ്ങളുള്ള മജ്ലിസാണ്.
മജിലിസാണ്, മാലാകമാരുടെ സാന്നിധ്യം പ്രതീക്ഷിക്കുന്ന മജിലിസാണ്. എല്ലാ രോഗങ്ങളും എല്ലാ പ്രയാസങ്ങളും നീ ശമിപ്പിച്ചു തരണേ റഹ്മാനേ.